സംഘാടകർ അറിയിക്കുന്നത് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട പലരും ചോദിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുന്നി പ്രവർത്തകരായ ആളുകൾ ആർക്കും ചോദിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാൽ സുന്നികൾക്കും മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ചോദിക്കാം. എന്റെ മറ്റൊരു ചോദ്യം, റിഫായി ശൈഖ് ഉമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോൾ അള്ളാഹു സംസാരിച്ചു എന്നും 4 സ്വർഗത്തിന് വാശി പിടിച്ചു എന്നും റിഫായി മാലയിൽ പറയുന്നു. അള്ളാഹു എങ്ങനെയാണ് സംസാരിക്കുന്നത്? റിഫായി ശൈഖ് പ്രവാചകനാണോ? മുജാഹിദുകൾ സാധാരണഗതിയിൽ നടത്താറുള്ള ഒരു തുരുപ്പ് ശിക്ഷാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. അത് അല്പം വിശദീകരിച്ച് പറയേണ്ടതായതുകൊണ്ട് ഞാനത് അല്പം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് നിങ്ങൾ ആരും കയർക്കരുത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. റിഫായി മാലയിലുള്ള ഒരു വരിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റിഫായി മാലയിൽ കാണാം. ഗർഭം വയറ്റിൽ ജനിച്ചാറാം മാസത്തിൽ ഗുണമുള്ളതായാരിതാരും കേട്ടോവർ മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീറൻ ചെന്നോവർ. റിഫായി മാലയിൽ കാണാം. എന്താണ്? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ മാതാവ് വയറ്റിൽ ഗർഭം ധരിച്ച് 6 മാസമായപ്പോഴേക്ക് വയറ്റിന്റെ ഉള്ളിൽ നിന്നൊരു ചർച്ച, ഒരു സംസാരം കേൾക്കുകയാണ്. ഒരു സംസാരം കേട്ടപ്പോ ചോദിച്ചുപോയി, മകനോ മകളോ ചോദിച്ച നേരത്ത് മകനാർ അഹ്മദുൽ കബീറൻ ചെന്നോവർ. അല്ല, അത് മകനാണോ മകളാണോ എന്ന് ചോദിക്കുകയാണ്. മുജാഹിദുകൾ സാധാരണ പരിഹസിക്കും. എന്താണ് മുഹയ്യദ്ദീൻ ശൈഖിന്റെ മാതാവ് വയറ്റിലുള്ള റിഫായിയെ വിളിച്ചു പറയുന്നു, ഹലോ ഇതാരാണ്, ഇത് മകനാണോ മകളാണോ? ഹലോ, വയറ്റിലുള്ള റിഫായിയോട് മാതാവ് ഫോൺ ചെയ്യുകയാണ്. അപ്പൊ അവർക്ക് മറുപടി മകനാർ അഹ്മദുൽ കബീറൻ ചെന്നോവർ. ഇത് ഹലോ, ഇത് മകനാണ് സംസാരിക്കുന്നത്, ഇത് മകളല്ല മകനാണ് എന്ന് വയറ്റിൽ നിന്ന് മറുപടി പറഞ്ഞു. ഇത് മുജാഹിദിന്റെ ഹാസ്യതയും കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായും മുജാഹിദിനെ കുറിച്ച് പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ സ്വാഭാവികമായും സംശയിക്കാൻ ഇടവരും. മാത്രമല്ല, എന്നിട്ട് റിഫായി മാലയിൽ തന്നെ കാണാം. അങ്ങനെ അടിമാതുനിറങ്ങുവാനായിട്ട് അല്ലാന്റെ കേട്ടാരേ മുഷിന്തോവർ സ്വർഗം എരിക്കും എൻ വയ്യാൽ തുടർന്നോട്ടും സുഖത്തോട് തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. അങ്ങനെ ഗർഭം ഒക്കെ ചുമന്ന് 10 മാസമായി റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ സമയമായി. ഇങ്ങനെ സമയമായപ്പോ അല്ലാഹു തആല പറഞ്ഞു മുഹയ്യിദ് റിഫായി ശൈഖിനോട്, അതാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം. റിഫായി ശൈഖിനോട് പറഞ്ഞു, എന്ത് റിഫായി, നിനക്ക് ഭൂമി ലോകത്തേക്ക് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു പോകണം. അത് പറഞ്ഞപ്പോ റിഫായി ശൈഖ് വാശി പിടിച്ചു. റിഫായി ശൈഖ് മാധവന്റെ ഗർഭാശയത്തിൽ വെച്ച് മുജാഹിദ് പറയും കുത്തിയൂത്ത് സത്യാഗ്രഹം നടത്തി എന്നൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. എന്താ? ഗർഭാശയത്തിൽ വെച്ച് മാതാവിനോട് റിഫായി ശൈഖ് പറഞ്ഞു വെച്ചേ, ഞാൻ ഇവിടെ നിന്ന് അറങ്ങൂല പടച്ചോനെ. പടച്ചോൻ പറയാം, ഒന്ന് ഇറങ്ങി റിഫായി മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന്. പടച്ചോനോട്ട് പറയുമ്പോ റിഫായി അറങ്ങൂല പടച്ചോനെ. അല്ല റിഫായി അറങ്ങൂല പടച്ചോനെ. ഇറങ്ങുന്ന നിബന്ധന എന്താ? സ്വർഗം ജനിക്കും എൻ വയ്യാൽ തുടർന്നോട്ടും സുഖത്തോടെ തന്നാൽ ഇറങ്ങാം ഞാനെന്നോവർ. എനിക്കും എന്നെ പിന്തുടരുന്ന മുരീദുമാർക്കും അവർക്ക് സ്വർഗം തരുമെന്നുള്ള നീ പറയുക വാക്തത്വം നൽകുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം എന്ന് റിഫായി ശൈഖ് വാശി പിടിച്ചു. ഗത്യന്തരമില്ലാതെ റിഫായി ശൈഖിന്റെ വാശിക്ക് മുമ്പിൽ അള്ളാഹു പരാജയപ്പെട്ടു. അങ്ങനെ അള്ളാഹു തആല പറഞ്ഞു റിഫായി ശൈഖിനോട്, എന്നാ ഞാൻ കുടുങ്ങിയത് കൊണ്ടാണ് തരനാല് സ്വർഗം ഒന്ന് പുറത്ത് കറങ്ങി എന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെയാണ് റിഫായി ശൈഖിന്റെ മാതാവിൽ നിന്ന് മഹാനവറുകൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന് പറയുന്ന വരികൾ നിങ്ങളുടെ റിഫായി മാലയിൽ ഉണ്ട്. മുജാഹിദുകൾ സാധാരണ പരിഹസിക്കാറുണ്ട്. ഇതൊക്കെ അവരുടെ അതിശയോക്തിയുള്ള
അവതരണമാണ്. അതൊന്നും ദിഫാഇ മാലയിലില്ല. ദിഫാഇ മാലയിലുള്ളത് എന്താണ്? ഭൂമിയിലേക്ക് പിറക്കാൻ സമയമായപ്പോൾ അള്ളാഹു പറഞ്ഞു ദിഫാഇ ശൈഖിനോട് നിങ്ങൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ആ ദിഫാഇ ശൈഖ് വന്ന് പുറത്തോനെ ഞാൻ പോയിക്കോളാം, പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണത്? എനിക്ക് എന്നെ പിന്തുടരുന്ന ആളുകൾക്ക് എനിക്ക് ഈ സ്വർഗം തരണമെന്ന് അള്ളാഹു താല പറഞ്ഞു. അള്ളാഹുവിനോട് അപേക്ഷിച്ചു. അപ്പൊ അള്ളാഹു പറഞ്ഞു ശരി, സ്വർഗം തരാം. എന്നിട്ട് മാലയിൽ തന്നെ പറഞ്ഞു അവർക്ക് അന്ന് സ്വർഗം കൊടുത്താരെ തുടരെ അങ്ങനെ അള്ളാഹു താല ദിഫാഇ ശൈഖിന് 4 സ്വർഗം കൊടുത്തു. അങ്ങനെ ദുനിയാവിലേക്ക് ഇറങ്ങി പിറന്നു വീണു. ഇതാണ് ദിഫാഇ മാലയുടെ. ഞാനിത് മുഴുവൻ കൂടി പറഞ്ഞത് ചോദ്യത്തിന്റെ ശേഷവും കൂടി പറഞ്ഞ ഇനി ആ ഭാഗത്ത് സംശയം വേണ്ടാന്ന് കരുതിയിട്ട് മുജാഹിദികൾ അത് വസ്വാസാക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ 2-3 വിഷയങ്ങളാണ്. ഒന്ന്, ഗർഭാശയത്തിൽ വെച്ച് ഗർഭസ്ഥ ശിശുവായ കുഞ്ഞ് സംസാരിക്കുന്നു പുറത്തുള്ള മാതാവിനോട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ വയറ്റിലുള്ള കുഞ്ഞ് അപേക്ഷ സമർപ്പിക്കുന്ന സ്വർഗം നൽകുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിഫാഇ ശൈഖിന് സ്വർഗം നൽകുന്നു എന്ന് മാത്രമല്ല 4 സ്വർഗം നൽകുന്നു. ഒരു മുഖാമുഖത്തിൽ മലപ്പുറത്ത് നടന്നൊരു മുഖാമുഖത്തിൽ ഒരു മുജാഹിദ് എന്നോട് ചോദിച്ചു, അല്ല ആകെ 8 സ്വർഗമുള്ളതെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അതിൽ 4 സ്വർഗം ദിഫാഇ ശൈഖ് കൊണ്ടാക്കാൻ ബാക്കി 4 സ്വർഗം മതിയോ വേറുള്ള ലോകത്തുള്ള എല്ലാവർക്കും കൂടിയില്ല. കാരണം മാലയിലുള്ളത് അങ്ങനെയാണ്. അവർക്ക് 4 സ്വർഗം കൊടുത്താരെ ഉടനെ ദുനിയാവിൽ ജനിച്ച് വളർന്നോ ഇറങ്ങി വളർന്നോ. ഇങ്ങനെയാണ് സഹോദരന്മാരെ. ഇത് ഖുർആൻ വിരുദ്ധമാണ്, ഹദീസ് വിരുദ്ധമാണ് എന്ന് മുജാഹിദുകൾ സാധാരണ പറയാറുണ്ട്. അവർ എഴുതാറുണ്ട്. വലിയ ഗൗരവത്തിൽ അതിനുവേണ്ടി വേദി സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ പ്രമാണങ്ങളെക്കുറിച്ച്, ഖുർആനിനെക്കുറിച്ച്, ഹദീസുകളെക്കുറിച്ച് ഒരു വിവരമില്ലാത്തത് കൊണ്ടാണ് മുജാഹിദുകൾ പറയുന്നത്. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയില്ലേ സൂറത്ത് മറിയം. സൂറത്ത് മറിയം എന്ന് പറയുന്ന മറിയം ബീവി എന്ന് പറയുന്ന ഏറ്റവും വലിയ വലിയത്തായ ഒരു സ്ത്രീയുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. മറിയം ബീവി ഭർത്താവില്ലാതെയാണ് ഗർഭം ധരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയുന്നത് ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലക ഗുലാമൻ സക്കിയ, ഞാൻ നിനക്ക് ഒരു സന്താനത്തെ നൽകാൻ വേണ്ടി അല്ലാഹു എന്നെ പറഞ്ഞയച്ചതാണ് എന്ന് പറയുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി ഊതുന്നു. അങ്ങനെ മറിയം ബീവി ഗർഭം ധരിക്കുന്നു. നമുക്കറിയാം എല്ലാം നൊടിയിട കൊണ്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഗർഭം ധരിച്ചു. മറിയം ബീവി തന്റെ കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. ആ പ്രസവിച്ചു ചാടിയ കുഞ്ഞിന്റെ പേരാണ് ഈസാ അലൈഹിസ്സലാം. ഈസാ നബി എന്ന് പറയുന്നത് മറിയം ബീവിയുടെ കുഞ്ഞാണ്. ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറിയം ബീവി ഭർത്താവില്ലാതെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ജനങ്ങളെല്ലാവരും കൂടി വളഞ്ഞു. മറിയമേ, നീ വ്യഭിചാരിയാണ്, നീ വേശ്യയാണ്, നിനക്ക് ഭർത്താവില്ലാതെ കുഞ്ഞുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് നീ ചെയ്തത് മഹാ അശ്ലീലമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി ആക്ഷേപിക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഖുർആൻ തന്നെ പഠിപ്പിച്ചത് കാണാം. മറിയം ബീവി ഫാതാറത്തിലേക്ക് ആ കുഞ്ഞിലേക്ക് ഇങ്ങനെ ചൂണ്ടി എന്നോട് നിങ്ങളൊന്നും പറയണ്ട, പലരും പറയാനുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് പറഞ്ഞോളൂ, തൊട്ടിൽ കിടക്കുന്ന പ്രസവിച്ചു ചാടിയ കുഞ്ഞിനോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആളുകളെല്ലാവരും കൂടി മറിയമിന്റെ നേർക്ക് തിരിഞ്ഞു. എന്താണ് മറിയമേ നീ പറയുന്നത്? ഇപ്പോൾ പ്രസവിച്ചു വീണ കുഞ്ഞ് എന്ത് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞ് അവർ കയർത്തപ്പോ ആ തൊട്ടിൽ കിടന്നുകൊണ്ട് ഈസ എന്ന് പറയുന്ന കുഞ്ഞ് അത്യുജ്വല പ്രഭാഷണം നടത്തുകയാണ്. തൊട്ടിൽ കിടന്നുകൊണ്ട് ഉജ്ജ്വലമായ